അഞ്ജന അൽകുമാർ എറണാകുളത്തെ തീരമേഖലയിലുണ്ട്. അഞ്ജന ഇപ്പോൾ എവിടെയാണുള്ളത്? ഗുഡ് ഈവനിംഗ്. തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമാവുകയാണോ? ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം നായരമ്പലം 12ാം വാർഡിലാണ്. ഇവിടുത്തെ സ്ഥിതികൾ നമ്മൾ കാണേണ്ടത് തന്നെയാണ്. കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ്. ഇവിടെ തീരദേശവാസികൾക്ക് താമസിക്കാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണുള്ളത്. ശക്തമായ തിരമാലകളാണ് ആഞ്ഞടിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം വീടുകളിൽ താമസിക്കുന്നത് പോലും ഇവർ സുരക്ഷിതമായി കണക്കാക്കുന്നില്ല. പലരും ബന്ധുവീടുകളിലേക്കെല്ലാം തന്നെ മാറി ഈ കടലിലെ എല്ലാം തന്നെ മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് ഈ വീടിന്റെ മുൻഭാഗങ്ങളിൽ വന്നടിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥിരമായി ഇവർ ഇങ്ങനെ ഒരു പ്രശ്നം തന്നെയാണ് അഭിമുഖീകരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസവും എല്ലാം തന്നെ ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. വർഷങ്ങളായി അധികാരികളോട് പറയുന്നു, പക്ഷേ ഇതുവരെയും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. കിടപ്പ് രോഗികൾ അടക്കമാണ് ഈ വീടുകളിലെല്ലാം തന്നെയുള്ളത്. ഈ നായരമ്പലം പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാകുമ്പോൾ ചുരുങ്ങിയത് 10 വീടുകളിലെങ്കിലും വെള്ളം കയറും. അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. ഇവരുടെ എല്ലാം തന്നെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചേച്ചി, വീട്ടിലെങ്ങനെയാ? മുഴുവൻ വെള്ളമാണോ? എൻ്റെ വർക്ക് ഏരിയയിലും അടുക്കളയിലും ഒക്കെ വെള്ളമാണ്. ഞങ്ങളുടെ ഈ വാതിക്കൽ കൂടിയാണ് മാലിന്യങ്ങൾ ഒഴുകണത്. ഇത് കുറേ ദിവസങ്ങളായി 2-3 കല്ലിടിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ് ഈ കല്ലൊന്ന് ശരിയാക്കി തരാനായിട്ട്. പല സർക്കാരും മാറി മാറി ഭരിച്ചിട്ടും ഞങ്ങളുടെ ഇതൊന്നും അവർ കാണണില്ല. ഇന്ന് വരും നാളെ വരും എന്നും പറഞ്ഞിട്ട് പോകും. ഇലക്ഷൻ ആകുമ്പോഴൊക്കെ എല്ലാവരും വരും, അത് ചെയ്യുക ഇത് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ആരും ഞങ്ങളുടെ കാര്യങ്ങളിൽ പരിഗണന തരാറില്ല. ഞങ്ങൾ ടെട്രോപോഡ് ഉപയോഗിച്ച് ഭിത്തി നിർമ്മിച്ച് തരണമെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്ത് പള്ളിയിലെ അച്ഛൻ ഉൾപ്പെടെയുള്ള ഇതിൽ ഞങ്ങൾ സമരം ചെയ്തതാണ്. ഇതുവരെ ഒരു തീരുമാനങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഉള്ള പൈസ മുടക്കി ഞങ്ങൾ ഈ വീട് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇതിൽ കിടന്നുറങ്ങാൻ പറ്റണില്ല. ആ ഒരവസ്ഥയാണ്. ഞങ്ങൾക്ക് ഇനി ഒരു കട്ടായി പോലും എടുത്ത് ഇനി വേറൊരു വീട് വെക്കാൻ ഞങ്ങളെ കൊണ്ട് ഇനി സാധിക്കില്ല. ഞങ്ങൾ 62-67 വയസ്സൊക്കെ പ്രായമുള്ള ആളുകളാണ്. സ്ട്രോക്ക് വന്നൊരു രോഗിയാണ് എൻ്റെ ഭർത്താവ്. 2 കുട്ടികളുണ്ട്. ഒരു ബൈപ്പാസ് കഴിഞ്ഞ ഒരാൾ വീട്ടിലുണ്ട്. ഞങ്ങൾ 5-6 അംഗങ്ങളുണ്ട് വീട്ടിൽ. സുജയ, ഒരു ആയുഷ്കാലത്തെ മുഴുവൻ സമ്പാദ്യം ഉപയോഗിച്ചാണ് പലരും ഇവിടെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ നിന്നും മാറി താമസിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. എല്ലാ ദിവസവും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത്. ഇന്നലെയും ഇതുപോലെ തന്നെയായിരുന്നു. കടലേറ്റം രൂക്ഷമാകുമ്പോൾ വീടുകളിലേക്ക് വെള്ളം കയറുന്നു. നായരമ്പലത്തു നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ അഞ്ജന അൽകുമാർ പങ്കുവച്ചത്. കടൽക്ഷോഭം, അതുപോലെ തന്നെ കനത്ത മഴക്കെടുതി, അതെല്ലാം ആശങ്കയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.